റീബിൽഡ് ചെയ്യേണ്ട കത്ത് കൊടുത്തിട്ടാണ്, അവർ ലെറ്റർപടി കത്ത് കൊടുത്തിട്ടാണ് ഇത് മാറ്റിയത്. അല്ലാതെ ഒരു വ്യക്തി കൊണ്ട് കത്ത് കൊടുത്താൽ ഞാൻ മാറ്റി രോഗി. മനുഷ്യരെങ്കിലും തെറ്റ് പറ്റും. അറിഞ്ഞിരുന്നെങ്കിലും തെറ്റ് പറ്റില്ലായിരുന്നല്ലോ. മറിച്ച് ഇലക്ട്രിസിറ്റിക്കാർ അവിടെ കുഴി പിടിച്ചു, കുഴി അടച്ചില്ല. ഇത് തകർന്നു പോയിട്ടും ഇവിടുത്തെ സർക്കാരോ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ജനങ്ങളോ മനുഷ്യരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി ഇവര് കരുതിക്കൂട്ടി ചെയ്താണോ നമുക്കറിയത്തില്ല. ഒരു വല്ലാത്തൊരവസ്ഥയായി പോയി. ഇത്രയും നാളും ഈ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നതേ ഇല്ലായിരുന്നു. ഇത്ര നാള് പൊട്ടിക്കിടന്നവർക്ക് ആരുമില്ലാതെ നാട്ടുകാർ കൂടി എല്ലാം ചെയ്ത് കൊടുത്തതാണ്. ഒറ്റ ദിവസം അത് ഓപ്പൺ ആക്കിയിട്ട് കിടന്നുണ്ട്. അന്ന് തന്നെ അവർ വെള്ളം അഴിച്ചു വിട്ടു, മൊത്തം ഇപ്പരുവാക്കി. നമസ്കാരം. നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ച പാലം വാട്ടർ അതോറിറ്റി ജലം പമ്പ് ചെയ്തതോടെ പൊളിഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. പത്തനംതിട്ട റാന്നി അത്തിക്കയം കടുമീൻചിറ റോഡിലെ കൊച്ചു പാലമാണ് റോഡിൻ്റെ ഒരു ഭാഗം തകർന്നിരിക്കുന്നത്. നാട്ടുകാർ 5 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ പാലം നിർമ്മിച്ചത്. റീബിൽഡ് കേരള പദ്ധതിയിൽ പെടുത്തിയാണ് അത്തിക്കയത്ത് നിന്നും കടുമീൻചിറ ഭാഗത്തേക്ക് കരാർ റോഡ് നിർമ്മാണത്തിനും പാലം ഉൾപ്പെടെയുള്ള റോഡ് നിർമ്മാണത്തിൻ്റെ കരാർ നൽകിയത്. എങ്കിൽ ഈ കരാറുകാരൻ ഈ റോഡ് നിർമ്മാണം ഉപേക്ഷിച്ച സാമ്പത്തിക നഷ്ടമെന്ന പേരിൽ പോകുകയായിരുന്നു. അതിനുശേഷം നാട്ടുകാർ തന്നെ പിരിവിട്ട് 5 ലക്ഷത്തോളം രൂപ സമാഹരിച്ചാണ് ഈ പാലം നിർമ്മിച്ചത്. പാലം ഉദ്ഘാടനം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ജലജീവൻ പദ്ധതിയിൽ വെള്ളം പമ്പ് ചെയ്യുകയും ഉപയോഗശൂന്യമായി കിടന്ന പൈപ്പിലൂടെ വെള്ളം വന്ന് അതിശക്തമായി പാലത്തിൻ്റെ ഒരു ഭാഗം തകർന്നു പോകുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരുദ്ധാരണം നടത്തുകയാണ്. അവർ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈൻ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത്. ഇപ്പോൾ പൈപ്പ് ലൈനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ അവർ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ഇത് പുനരുദ്ധാരണം ചെയ്തു നൽകുമെന്നാണ്. ഇല്ലെങ്കിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് നാട്ടുകാരും അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. ഈ വാട്ടർ അതോറിറ്റിക്ക് ബന്ധമില്ല, അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തർക്കമുണ്ട്. 2 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്കും എത്രയോ പൈസ ഇലക്ട്രിസിറ്റിക്കും അടയ്ക്കാനായിട്ട് റീബിൽഡ് ചെയ്യേണ്ട കത്ത് കൊടുത്തിട്ടാണ്, അവർ ലെറ്റർപടി കത്ത് കൊടുത്തിട്ടാണ് ഇത് മാറ്റിയത്. അല്ലാതെ ഒരു വ്യക്തി കൊണ്ട് കത്ത് കൊടുത്താൽ ലൈൻ മാറ്റൂ രോഗി. അപ്പം പണി നടക്കട്ടെ. പൈസ കൊടുത്തില്ലേ? അവരടച്ചു. കോൺട്രാക്ട് നമ്മൾ നാട്ടുകാർക്ക് അടച്ചില്ല. ആ കോൺട്രാക്ട് അടച്ചെന്നുള്ള സത്യം അടച്ചിട്ടാണ് അവർ വന്ന് മേടിച്ചത്. അതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫീസിലിരിക്കുന്നവന്മാർ തന്നെ ഒരു മുന്നോളമാണ്. അപ്പം ഓഫീസിലിരിക്കുന്ന ആൾക്കാർ വെബ്സൈറ്റിലെല്ലാം കാര്യങ്ങൾ കാണുമല്ലോ. അവരിത് വ്യക്തമായിട്ട് അറിയിക്കാഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഇവർ ആർക്ക് തെറ്റ് പറ്റിയെന്ന് പറയുന്നു. ആയിക്കോട്ടെ, തെറ്റ് പറ്റും, ആർക്കും പറ്റും. മനുഷ്യരെങ്കിലും തെറ്റ് പറ്റും. അറിഞ്ഞിരുന്നെങ്കിലും തെറ്റ് പറ്റില്ലായിരുന്നല്ലോ. മറിച്ച് ഇലക്ട്രിസിറ്റിക്കാർ അവിടെ കുഴി പിടിച്ചു, കുഴി അടച്ചില്ല. അപ്പോൾ ഈ റോഡിനൊരു സംവിധാനം വേറെ ഉണ്ടായിരുന്നു. വെളിയിൽ വരുന്ന വെള്ളം ഒലിച്ചിങ്ങനെ വരുമായിരുന്നു. അവിടെ ആ കുഴി ചാടി അവിടെ ഇരിഞ്ഞു പോയി. ഇന്നലെ അവർ വന്നിരുന്നു. അപ്പൊ ഇന്ന് ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞ് പൂർത്തിയാക്കല് 2-3 ദിവസങ്ങൾ പൂർത്തിയാക്കല്. ഇതിനകത്ത് അവരുടെ സ്വന്തം തൊഴിൽ പോലും മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾ ഉദ്യോഗസ്ഥൻ നിർദ്ദേശം ചുമ്മാ നിങ്ങൾ തോന്നുന്നു അങ്ങനെ തോന്നിയാണ് ചെയ്തോണ്ടാ ഇവിടെ ഈ സംഭവം നമ്മൾ പറ്റിപ്പോയി റെക്ടിഫൈ ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യാനാ? പഴയ സ്റ്റാറ്റസ് കോ നിലനിർത്തണം. എന്നിട്ടുണ്ടോ നിങ്ങൾക്കൊരു സ്കെച്ച് ഇല്ലേ, പ്ലാൻ ഇല്ലേ? പിന്നെ നിങ്ങളുടെ സ്കെച്ച് അങ്ങനെ നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വാൽവിൽ നിന്ന് ഓപ്പൺ ആണെന്ന് നിങ്ങൾക്ക് സ്കെച്ച് ഉണ്ടോ? മാർക്കിയിട്ടുണ്ടോ? സ്കെച്ചിനകത്ത് വാൽവൊന്നും ഈ ലൈൻ ഓപ്പൺ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടോ? സ്കെച്ചിനകത്തുണ്ടോ? എങ്ങനെ ഈ വാൽവ് അല്ല ഇവിടെ ലൈന് കട്ട് ചെയ്ത് ഓപ്പൺ ആണെന്നോ അതോ ബ്ലൈൻഡ് ആണെന്ന് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾക്ക് ഇല്ല. പിന്നെ അതെന്താ? അപ്പൊ നിങ്ങൾ പിന്നെ എന്ത് ഡിപ്പാർട്ട്മെന്റാ? അതെനിക്കറിയില്ല. നമ്മളിപ്പം എന്റെ കയ്യിലുള്ള സ്കെച്ച് ഇതാ. അട്ടിമറിയ ആണോ എന്ന് വെച്ചാൽ ഇത്രയും 17 വർഷമായിട്ട് ഈ പൈപ്പിക്ക് ഒരു തുള്ളി വെള്ളം വരാഞ്ഞ സ്ഥലത്ത്
ഇന്നലെ ഇതിനകത്തൂടെ എങ്ങനെ വെള്ളം വന്നെന്നുള്ളത് അത് ഞങ്ങളത് ആരെങ്കിലും ഇനി കരുതിക്കൂട്ടി എന്തും ചെയ്താണെന്ന് ഞാൻ കരുതും. കരുതിക്കൂട്ടി ഇനി വലിയ വീഴ്ചയാണോ? വലിയ വീഴ്ച. ഈ വാട്ടർ അതോറിറ്റിയുടെ ഭയങ്കര വീഴ്ച. അവരെന്താ പറഞ്ഞു? അവര് പറയുന്ന അവർക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് തോന്നുന്നു. അബദ്ധം പറ്റിയെന്നാണ് അവർ പറയുന്നത്. എന്ത് അബദ്ധമാണ് നമുക്കറിയില്ല. ഇത് കുറെ കാലമായിട്ട് ഈ റോഡ് പണി ഇങ്ങനെ മുടങ്ങി കിടക്കുമായിരുന്നു അല്ലേ? അതന്നെ ഈ കരാറ് ഇട്ടിട്ട് പോയല്ലോ. ഇട്ടിട്ട് പോയത് ഒന്നൊന്നര വർഷമായിട്ട് ഈ റോഡ് ഡാമേജ് ആയി കിടക്കുമായിരുന്നു. പിന്നെ സഞ്ചാര യോഗ്യമല്ലായിരുന്നു. എത്ര ലക്ഷം രൂപയുടെ പ്രൊജക്ട് ആയിരുന്നു റോഡ്? ഇത് മൊത്തം നമുക്കറിയാൻ കഴിഞ്ഞത് 3.2 കരോട്, അതായത് 3.2 കരോട്, 3.2 കോടി രൂപയുടെ ആണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ നഷ്ടമാണെന്ന് പറഞ്ഞാണോ ഇട്ടിട്ട് പോയത്? അവര് ചില ചെയ്ത പണിയുടെ പൈസ അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കോൺട്രാക്ടറുമായിട്ട് നമ്മൾ നേരിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഈ ചെയ്ത പണിയുടെ പൈസ എനിക്ക് കിട്ടിയില്ല, കിട്ടാതെ എനിക്ക് ഈ പാലത്തിന് പണി ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അയാൾ ഞങ്ങളോട്ട് പറഞ്ഞത്. അതിനകത്ത് അതിന്റെ ഇനി അകത്ത് എന്താണെന്ന് നമുക്കറിയില്ല. MLA ആയിട്ട് സംസാരിച്ചു. MLA ആയിട്ട് പല പ്രാവശ്യം സംസാരിച്ചു. MLAയുടെ മാക്സിമം അത് പുള്ളി ട്രൈ ചെയ്തു ഇത് ചെയ്യാൻ വേണ്ടി. പക്ഷേ അത് പല പ്രാവശ്യം പുള്ളി നോക്കിയിട്ട് നടന്നില്ല. പുള്ളി MLAയുടെ കഴിവിന്റെ പരമാവധി പുള്ളി ശ്രമിക്കാതിരുന്നില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇത് നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു ഉത്തരം പറയാം. കരാറുകാരനെ ഇപ്പം ആ പുള്ളി ഇത് പണി ചെയ്യാറുണ്ട്, കരിമ്പട്ടികയിൽ പെടുത്തിയെന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് വിവരാവകാശം അനുസരിച്ച് കിട്ടിയേക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വർഷമായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു ഈ റോഡല്ലേ ഗതാഗതം. അതായത് ഗതാഗതം 9 മാസമായിട്ട് തീർത്തും ഇത് മുടങ്ങി കിടക്കുക. അത് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 5 കിലോമീറ്റർ കറങ്ങിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ നാട്ടുകാർ ഗതികെട്ടാണ്. പിന്നെ ഈ ഗതികെട്ട് പിന്നെ ഞങ്ങൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ഇതിന് വേണ്ടുന്ന പണി നമുക്ക് സ്വയം പണി ചെയ്യാമെന്നും അതിനുവേണ്ടി എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്നും അറിയിച്ചതിന് ശേഷമാണ് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയതും പിന്നെ പണി തുടങ്ങിയത്. ആദ്യമേ സഹകരിച്ചു സാമ്പത്തിക എല്ലാ ആൾക്കാരും, ഞങ്ങളുടെ ആൾക്കാരെല്ലാം, ഞങ്ങളുടെ ഈ അത്തിക്കാൻ കിഴക്കേ ഭാഗം എല്ലാ ആൾക്കാരും ഞങ്ങളുടെ അവിടെ എല്ലാ രാഷ്ട്രീയമൊന്നും അതിനകത്തൊന്നും അവരുടെ മനസ്സിലെന്തെങ്കിലും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എങ്കിൽ തന്നെ ഈ പൈസ തരുന്ന കാര്യത്തിൽ ഒന്നും എല്ലാ ആൾക്കാരും, ഞങ്ങളുടെ 130 വീട്ടുകാരുണ്ട്. എല്ലാ ആൾക്കാരും വളരെ കഷ്ടപ്പെട്ടാന്ന് തോന്നി. ഞങ്ങള് ഈ പൈസ തരുമെങ്കിൽ അതിനുവേണ്ടി ഒത്തിരിയും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്കറിയാമല്ലോ, ഒത്തിരിയും ബുദ്ധിമുട്ട് ഞങ്ങൾ സഹിച്ചു. എല്ലാ ആൾക്കാരും ഞങ്ങളുടെ നാട്ടുകാരെല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ്. എത്ര കാലയളവ് എടുത്തു? അത്താഴം പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിനകത്ത് 500 രൂപ തരാൻ പറ്റുന്ന 500 രൂപ തന്നിട്ടുണ്ട്. 5000 തരാൻ 5000 തന്നിട്ടുണ്ട്. 16 25 അങ്ങനെ എല്ലാം സാമ്പത്തികം അനുസരിച്ച് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. DR ഒക്കെ കെട്ടി ഉയർത്തി. DR എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പിന്നെ കെട്ടുകാരൻ പറഞ്ഞ നിങ്ങൾ 50 വർഷത്തേക്ക് ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല. അത്രയ്ക്ക് ബലമായിട്ടാണ് അത് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവാം, മേലോട്ട് പോയി ഇവിടം വരെ ഉണ്ട്. ഈ ഒറ്റ ലൈനായിട്ടാണ് കിടക്കുന്നത്. ഇതിനിടയിലുള്ള ഗ്യാപ്പ് അവിടെ ഇല്ല. അതാണ് എളുപ്പം. എന്റെ കുട്ടി വന്നോ? നിങ്ങളോട് ഉൾക്കൊള്ളുന്നതാണല്ലോ ഡിപ്പാർട്ട്മെന്റ്. അതെ, ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ സാറിന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കുഴപ്പമാണോ? ഇത് അതിനാണല്ലോ ഒരു ഡിപ്പാർട്ട്മെന്റ് ആകുന്നു, അതിനുള്ള ഏജ് ഉണ്ടാകും, അതിനുള്ള താഴെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരുടെ കുഴപ്പം തന്നെ. ഞാൻ 15 ദിവസമായുള്ളൂ. ഈ നാടിന്റെ ഒരു ഗ്രാമത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു പാലമായത്. ഈ ഗ്രാമത്തിലോട്ട് വന്ന ആഹാര സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലും എന്തൊരാവശ്യത്തിനും ഓടി വരണമെങ്കിൽ ഈ റോഡ്, ഈ പാലമാണ് ഒരു ഹൃദയഭാഗമാണ്. ഇത് തകർന്നു പോയിട്ടും ഇവിടുത്തെ സർക്കാരോ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ജനങ്ങളോ മനുഷ്യരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനാൽ മനുഷ്യർ കൈകോർത്ത്, ജാതിമത ഭേദമന്യേ രാഷ്ട്രീയമൊന്നുമില്ലാതെ മനുഷ്യർ തന്നെ കൈകൾ കോർത്ത്, അതായത് അന്നത്തേടം കഴിഞ്ഞു പോകാൻ നിത്യവൃത്തിക്ക് പോകുന്നവർ പോലും ഞങ്ങളുടെ കൊണ്ടുവന്ന് 500 രൂപ തന്ന് അത് ഞങ്ങൾ വിഷമത്തോടെ വാങ്ങിക്കാതിരുന്നപ്പോഴും അവർ ഞങ്ങളെ പിടിച്ചേൽപ്പിച്ച് അത്രയും ദയനീയാവസ്ഥയിൽ ഞങ്ങൾ തിരികെ ലഭിച്ച് ആ പണം കൊണ്ട് ഞങ്ങൾ ഇത്രയും കെട്ടി റെഡിയാക്കി. ഇവരിത് പണിയെന്നാണോ പറഞ്ഞേക്കുന്നത്? ഇവര് പണിഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഇനി ഇവര് കരുതിക്കൂട്ടി ചെയ്താണോ നമുക്കറിയത്തില്ല. ഒരു വല്ലാത്തൊരവസ്ഥയായി പോയി. ഇത്രയും നാളും ഈ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നതേ ഇല്ലായിരുന്നു. അതായത് ഇത് പൊളിച്ച് ഇത് റെഡിയാക്കാൻ വേണ്ടി ഈ വാട്ടർ സപ്ലൈ അതോറിറ്റിക്ക് ഇവര് അപേക്ഷ കൊടുത്ത് ഈ പൈപ്പ് അവര് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതാ. അപ്പോൾ അവർക്ക് അതിന്റെ ഒരു റിപ്പോർട്ട് അവിടെ കാണുമല്ലോ, ഇത് ഇവിടെ കണക്ഷൻ ഇല്ല എന്നുള്ളത് കാണുമല്ലോ. എന്നിട്ടും അവർ ഈ പാലം പണിഞ്ഞ് തുറന്നു കൊടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ അയച്ചു വിട്ട്
ഇത്രയും ചെയ്യുമ്പോൾ ഇത് കരുതിക്കുട്ടി ചെയ്താണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. സംശയമാണ്. ഇനി എന്താണെന്ന്, ഇനി അബദ്ധമാണോ, അവർക്ക് പറ്റിയ അബദ്ധമാണോ, ഇനി കരുതിക്കുട്ടി ചെയ്താണോ എന്ന് നമുക്ക് ഇത് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റാത്ത എങ്കിലും ഇത് ശരിയാക്കി തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്രതിഷേധം ശക്തമായിരിക്കും. തീർച്ചയായിട്ടും ഇത്ര നാൾ പൊട്ടിക്കിടന്നവർക്ക് ആരുമില്ലാതെ നാട്ടുകാർ കൂടി എല്ലാം ചെയ്തു കൊടുത്തതാണ്. ഒറ്റ ദിവസം അത് ഓപ്പൺ ആക്കിയിട്ട് കിടന്നുണ്ട്. അന്ന് തന്നെ അവർ വെള്ളം അഴിച്ചു വിട്ടു, മൊത്തം ഇപ്പരുവാക്കി. അപ്പൊ ഇന്നലെ അവർ വന്നിരുന്നു. അപ്പൊ ഇന്ന് ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞ് പൂർത്തിയാക്കില്ല, 2-3 ദിവസങ്ങൾ പൂർത്തിയാക്കില്ല. ഇതിനകത്ത് അവരുടെ സ്വന്തം തൊഴിൽ പോലും മാറ്റി വെച്ചിട്ട് അങ്ങനെ നാട്ടുകാർ ഏറെ കഷ്ടപ്പെട്ടാണ് പണം സമാഹരിച്ച് ഇത്തരത്തിലൊരു പാലം ഇവിടെ നിർമ്മിക്കുന്നത്. അത് തികച്ചും മാതൃകാപരമായ കാര്യം തന്നെയാണ്. പക്ഷേ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ റോഡിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ജീവനക്കാരുമൊക്കെയായി ഇപ്പോഴും തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി പറയുന്നത് ഈ റോഡ് ഉടൻ തന്നെ പുനരുദ്ധാരണം ചെയ്തു നൽകാമെന്ന ഒരു ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നത്. ഈ റോഡ് അത് പഴയ നിലയിൽ തന്നെ നിർമ്മിച്ചു കൊടുത്തില്ല എങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് നാട്ടുകാർ ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.